ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇതാ അസ്മിക്കുട്ടൻ മദ്രസൊക്കെ വിട്ട് വന്നു. ഞങ്ങൾ ചായ കുടിക്കേണ്ട. ഇന്ന് പുട്ടിലേക്ക് കറി ഉണ്ടാക്കിയത് സോയാബീൻ്റെ കറിയാണ് കേട്ടോ. അസ്മിക്കുട്ടിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചതെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എല്ലാം ഫ്രഷൊക്കെ ആയി. പിന്നെ അത് അന്ന് ലിയനെ ഞാൻ പുറത്താക്കിയിട്ടാണ്. അപ്പം ഇന്ന് അർച്ചു വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇന്ന് പുറത്താക്കി ആൾ നോക്കിക്കോളും. മറ്റേത് അല്ലെങ്കിൽ പുറത്താക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്നെ ആക്കി തന്ന് കടയിലേക്ക് പോയി. അസ്മിക്കുട്ടനെ സ്കൂൾക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. അന്ന് പ്രത്യേകിച്ച് എന്തോ തയ്ക്കാനുള്ള മൂടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ ഒന്ന് പോയി. അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിലിങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ. അതെ, ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. ഞാൻ ഷോപ്പിലേക്ക് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ എത്തി കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ എൻ്റെ മൈൻഡിനൊരു ശരിയല്ല തോന്നി. എനിക്ക് തയ്ക്കാനുള്ള മൂടൊന്നുമില്ല. അപ്പോൾ ഞാൻ അർഷുവിനെ വേഗം വിളിച്ചു. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോവായിരുന്നു എന്ന്. അപ്പോൾ ആൾ ഞാൻ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് വന്നു കേട്ടോ. എന്ത് പറ്റിയപ്പോൾ ഞാൻ എനിക്ക് എന്താണല്ലോ എൻ്റെ മൈൻഡ് ശരിയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിക്കണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമുക്ക് മനസ്സിലെന്തോ ഒരു സങ്കടമുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സങ്കടം. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല. എന്തിനോ വേണ്ടി ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. ഒരു നിരാശ പോലെ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത മനസ്സിന്. അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് വണ്ടി വന്ന് എന്നോട് പറഞ്ഞു എന്ത് പറ്റി എനിക്ക് എന്ന് വെച്ചുകൊണ്ട് വേഗം വന്ന വർഷം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയുക, എനിക്കൊന്ന് റിലാക്സ് ആവണം. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന്. അസ്മിക്കുട്ടൻ എന്തായാലും അവിടെ ഇല്ലേ. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ എളുപ്പം പോകാൻ പറ്റിയത് ഇപ്പോൾ തിരൂർക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ സമയം 4-5 മണി ആവാറായിക്കണം കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. ഞാൻ പൊതുവേ നന്നായിട്ട് സംസാരിക്കും. അർഷു അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ. ഞാൻ എങ്ങോട്ട് വണ്ടിയുമ്പോൾ പോകുമ്പോഴും നന്നായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തിരിച്ച ആളൊന്നും പറയില്ല. എന്നാലും ഞാനിങ്ങനെ സംസാരിക്കാം അങ്ങനെ. പക്ഷേ ഇന്നെന്തോ എനിക്കൊന്നും സംസാരിക്കാനുള്ള മൂഡില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ഒരു 5:30 ആയപ്പോഴത്തേന് തന്നെ തിരൂർ ടൗണിലെത്തി. വലിയ ക്രൗഡൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സീസണൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു ക്രൗഡ് ഭയങ്കര കുറവാണ് കണ്ടോ. പക്ഷേ ഷോപ്പുകളൊക്കെ എപ്പോഴും സജീവമാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഈ ലൈറ്റൊക്കെ കാണാൻ, എന്ത് രസമല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് വാങ്ങേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വിട്ടോളൂ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അതാ ഞങ്ങൾ തിരൂർ വന്നാൽ ഈ കടയിൽ നിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെരുപ്പൊക്കെ വാങ്ങാറുള്ളത്. അങ്ങനെ ഞാൻ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ഇങ്ങനെ നോക്കി. എനിക്ക് വീഡിയോസ് എടുക്കാനുള്ള മൂഡും ഇല്ല. അപ്പോൾ ഇതാ അടുത്തത് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ അസ്മിക്കുട്ടൻക്ക് എന്തെങ്കിലും വീട്ടിലിടാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കി അപ്പോഴും എനിക്ക് വാങ്ങണം എന്നുള്ള ഒരു മൂഡില്ല കേട്ടോ. എന്താ അറിയില്ല, ഒന്നും വാങ്ങണമെന്ന് തോന്നണില്ല. അപ്പോൾ അതൊക്കെ ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്തെന്നുള്ളൂ. ഒന്നിനും ഒരു മൂഡില്ല. എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക മാർക്കറ്റിലേക്ക് പോയി, മീൻ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അവിടെ ഉണ്ട് ഈ ഇത് കണ്ട ഒരുപാട് ചെടികൾ. കുറേ ഒന്നുമില്ല, ഈ ഒരു ഇത്രയും കളക്ഷനേ ഉള്ളൂ കേട്ടോ ചെടികളുടെ. അപ്പോൾ അതും വാങ്ങിയില്ല. അപ്പോൾ ആളിനോട് ചോദിക്കുന്നുണ്ട് ഈ ഇത്രയും ദൂരം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വാങ്ങാനാണെന്ന് അറിയില്ല. അങ്ങനെ എന്നാൽ നമുക്ക് പോവല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ മാർക്കറ്റിൽ എനിക്ക് അധികം നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് 6:15 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇരുട്ടാവും ചെയ്യും. അത് കാരണം അധികം നേരം നിൽക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. പിന്നെ പൊതുവേ ഞാൻ തിരൂർ ടൗണിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കാറില്ല. കുറച്ച് വിട്ടിട്ട് ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുള്ളൂ കേട്ടോ കടയിൽ കയറിയിട്ട്. അപ്പോൾ പിന്നെ ആൾ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വേണോ എന്ന്. ചിലപ്പോൾ നല്ല ശീലമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലിവിടും, എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക ഒന്നും വാങ്ങാനുള്ള മൂഡില്ല. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതെ അവിടെ നിന്നൊക്കെ അങ്ങനെ പോകുന്നപ്പോൾ ഇരട്ടി തുടങ്ങിയില്ല. ഇനി അധികം നിൽക്കണ്ടല്ലോ വെച്ചിട്ട് പോന്നു. പിന്നെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്താണെന്ന് കാരണം അറിയാത്തൊരു ടെൻഷൻ, അത് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഭയങ്കര ഒരു സങ്കടം എന്തൊക്കെയോ ഒരു മനസ്സിൽ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി വന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന് റിലാക്സായി. അപ്പോൾ ഞങ്ങളിതാ അധികം നേരം നിൽക്കാതെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഇത് പറയാൻ. അപ്പുറത്തേക്കുള്ള വീഡിയോ.